ബട്ട് ഐ ഡിഡ്ന്റ് വാണ്ട് ടു എൻഡ് ഇറ്റ് ദാറ്റ് വേ, ബിക്കോസ് എനിക്കത് മരണത്തിന് തുല്യമാണ്. കാരണം അതില്ലാതെ എനിക്ക് ഒരു കഥ പറച്ചിലില്ലാതെ, ഇല്ലെങ്കിൽ അത്തരത്തിലൊരു എഴുത്തോ ഒരു സ്വപ്നമോ ഇല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. സോ ദാറ്റ് വാസ് ദ ഫയർ ഇൻസൈഡ് മീ എന്ന് തന്നെ പറയാം. അതെനിക്ക് വിട്ടുകൊടുക്കാനോ തോറ്റു കൊടുക്കാനോ എനിക്ക് പറ്റില്ലായിരുന്നു. അത്രയേറെ മുറിവേറ്റിട്ടും ആ മുറിവുകൾ വെച്ചിട്ട് എനിക്ക് എങ്ങനെ ഒരു കഥ പറയാമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ആക്ച്വലി നിളയില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊളാബറേഷൻസ് ആണ്. ഇപ്പം രാകേഷ് ആണെങ്കിലും അപ്പു ആണെങ്കിലും ബിജുപാൽ സാർ ആണെങ്കിലും, how beautiful it is to work with them എന്നുള്ളത്. നമ്മുടെ കൂടെ ഇന്ദു ലക്ഷ്മി. ഇന്ദു, വെൽക്കം. താങ്ക് യു. നിള ഗംഭീരമായിട്ട് പ്രോഗ്രസീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. കണ്ടിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് അതൊക്കെ ഒരുപക്ഷെ നമുക്ക് ചർച്ചയിൽ വരാം. ഈ ഫെസ്റ്റിവലുകളിലേക്ക് വിചാരിച്ച പോലെ എത്തിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോ അപ്പുറം വളരെ സന്തോഷമുണ്ട്. IFFK സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്നത് ഫെസ്റ്റിവൽ ആൻഡ് ഇറ്റ്സ് പ്രീമിയറിംഗ്. സോ ഹൗ ഡു യു ഫീൽ നൗ? ഐ ഫീൽ ഗുഡ്. ഒരു ലോങ് വെയിറ്റിംഗിന് ശേഷം നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അപ്പുറം ലാസ്റ്റ് ഡിസംബറിലാണ് ചെയ്ത് തുടങ്ങിയത്. ഷൂട്ട് ലാസ്റ്റ് ഡിസംബറിലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നമുക്കിതിന്റെ ഒരു സ്റ്റില്ലോ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തേക്ക് വിടാതെ വെച്ചേക്കായിരുന്നു. അപ്പോ ഇങ്ങനൊരു സമയത്ത് അത് ഷെയർ ചെയ്യാൻ പറ്റുന്നതിൽ എല്ലാവർക്കും വളരെ സന്തോഷം തോന്നുന്നുണ്ട്. നൈസ്. അതിന്റെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, എനിക്ക് ത്രില്ല് അടിച്ച ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് ഒരുപാട് കാര്യങ്ങൾ ഇൻസ്പയറിംഗ് ആയിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ലൈക്ക് കോൺവെർസേഷൻസ് ദാറ്റ് ഇൻസ്പയർ. ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9 ദിവസം കൊണ്ടാണ് ഒരു സിനിമ ചെയ്തത് എന്നുള്ളത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു, ആസ് എ ഫിലിം ലവർ, അത് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്ലാനിങ്? ഇത് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യാന്ന് വെച്ചാല്, ആഫ്റ്റർ നിള ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ഫോർ മീ. ലൈക്ക് എന്താ പറയാ, ചെയ്തൊരു വർക്ക് ഒരിടത്തും എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളതിന്റെ ഒരു വലിയൊരു വിഷമം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മളെ പേഴ്സണൽ ലെവലിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് നൽകിയിരുന്നു സോ കോൾഡ് പീപ്പിൾ. അപ്പം അതൊന്ന് പുറത്തേക്ക് വരിക എന്ന് വെച്ചാൽ, എനിക്കത് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ജസ്റ്റ് ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഓപ്പൺലി ഓൾസോ ദർ വർ പീപ്പിൾ ഹു സെഡ് ഇറ്റ് വിൽ ബി മൈ ലാസ്റ്റ് മൂവി നിള. നിള അല്ലാതെ ഒരു സിനിമ ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ അതെനിക്കൊരു ഭയങ്കര ഒരു, കാരണം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് ഈ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിനോട് അത്രയും ഇഷ്ടമുണ്ട്. സ്റ്റോറി ടെല്ലിങ്ങിനോട് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് എനിക്കുള്ളൊരു വല്ലാത്തൊരു ക്രേസ് ഉണ്ട്. അതൊക്കെയാണ് നമ്മളെ ജീവൻ നിലനിർത്തുന്ന ചില ഘടകങ്ങൾ എന്ന് പറയുന്ന അത്തരത്തിലുള്ള സ്വപ്നങ്ങളും ആ ഒരു ക്രിയേറ്റീവ് കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ അതെനിക്ക് നിർത്തിപ്പോവാൻ എനിക്ക് തോന്നിയില്ല. അപ്പം ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. ആക്ച്വലി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ നിളാസ് റിലീസ് തന്നെ ഇതിന്റെ അപ്പുറത്തിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്തായിരുന്നു. എന്നിട്ട് ഒരു പ്രൊഡക്ഷൻ വേണമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ പല പ്രൊഡക്ഷനുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ നോക്കിയായിരുന്നു. പക്ഷെ അപ്പൊ എനിക്കൊരു സമയപരിമിതി ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഡിസംബറിന് മുന്നേ എനിക്ക് ഷൂട്ട് തീർക്കണം. അതൊരു വളരെ അൺറിയലിസ്റ്റിക് ഒരു ഡെഡ് ലൈനും കൂടെ ആയിരുന്നു. കാരണം എനിക്ക് ജാനുവരിയിൽ എനിക്ക് ജർമ്മനിയിലേക്ക് നമ്മൾ ഫാമിലി ആയിട്ട് റീലൊക്കേറ്റ് ചെയ്യായിരുന്നു. അപ്പം അതിനു മുന്നേ എനിക്ക് തീർക്കണം, ഷൂട്ടെങ്കിലും തീർക്കണം എന്ന് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ സെൽഫ് പ്രൊഡ്യൂസ്ഡ് മൂവി. ഇത് അപ്പുറം സെൽഫ് പ്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പം അതിനകത്ത് ഒരു ഫിനാൻഷ്യൽ ഒരു പരിമിതിയുണ്ട്. പിന്നെ ഇത് അത്രയേറെ ഒരു ഉള്ളില് കനലുമായിട്ടാണ് ഈ ഒരു സിനിമ ചെയ്യുന്നതും. അത്രയും എന്താ പറയാ, ഇറ്റ് വാസ് എ ഫയർ ദറ്റ് വാസ് ഡ്രൈവിംഗ് മീ എന്ന് പറയാം. ഇപ്പം ഷെഡ്യൂളിങ്ങും ചാർട്ടിങ്ങും എവറിത്തിങ് എന്റെ തലയുടെ അകത്ത് മാത്രം. ഞാനും എന്റെ DOP, നമുക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയുള്ളൂ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. സോ ബിക്കോസ് റെസ്റ്റ് ഓഫ് ദ ക്രൂവിനൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള ഒരു സമയമൊന്നും ഇല്ല. അപ്പം ദേ വർ ജസ്റ്റ് റണ്ണിങ് വിത്ത് ദ ഫ്ലോ. സോ ആ ഒരു സമയപരിമിതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു, എനിക്കിത് മതി എന്നറിയായിരുന്നു. അപ്പം അതിനോടൊപ്പം സഞ്ചരിക്കാൻ ബാക്കിയുള്ളവരെയും കൂടെ നമ്മൾ കൊണ്ടുവരികയായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ഈസി. പക്ഷെ അത് തന്നെയായിരുന്നു എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്. കാരണം നമ്മൾ ആ ഒരു പരിമിതിക്ക് ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയൊരു അതിന്റെ ഒരു ഹൈ ഉണ്ടായിരുന്നു. ആ ഒരു രാവും പകലും അത് എങ്ങനെയാണ് ഇപ്പൊ ആലോചിക്കുമ്പോ എത്ര മണിക്കൂറാണ് ഉറങ്ങിയത് എന്നൊക്കെ അറിയില്ല. പക്ഷെ ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ ആക്ച്വലി. അത്രയും ഒരു എനർജി ആൻഡ് ഒരു മീനിങ് ഫുൾ
ഒരു process ആയിരുന്നു. So we thoroughly enjoyed that also, in spite of it being 9 days and it was a hectic shoot, but it was really beautiful. Yeah. അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ഡെഫിനറ്റ്ലി ഓൾ ഡയറക്ടേഴ്സ് ഹാവ് ദാറ്റ് ലീഡർഷിപ്പ് ക്വാളിറ്റി, മോസ്റ്റ് ഓഫ് ദം. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ആളുകൾ പല തിരക്കുകളിലുള്ള ആളുകൾ, ഒരാള് ഒരു കൊമേഴ്സ്യൽ ഫിലിം പോലും ഡ്രോപ്പ് ചെയ്തിട്ട് ഓർ ഷിഫ്റ്റഡ് ദ ടൈം അതെ. ആൻഡ് ജോയിൻ യു. ഇങ്ങനെ ഇങ്ങനെ ഈ കഴിഞ്ഞ ദിവസത്തെ ഇന്ദുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ റെഫർ ചെയ്തിട്ട് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു പറ്റം ആളുകൾ, ആക്ടേഴ്സ്, ഇവരൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ സംഭവം ഒരുമിച്ച് ചെയ്യാൻ പറ്റി എന്നുള്ളതും അതിന്റെ ഒരു ഡിറ്റർമിനേഷൻ, അവർ അതേ വേവ് ലെങ്തോടുകൂടി ഒരുമിച്ച് നിന്നു എന്നുള്ളതും, maybe you can talk about that, because it's a high moment for the readers also when we അങ്ങനെയും പോസിബിൾ ആണ് if you are determined എന്നുള്ളത്. ഈ ലീഡർഷിപ്പ് സ്കിൽസ് ഡെഫിനറ്റ്ലി, ഞാൻ കോർപ്പറേറ്റിലായിരുന്നു, ഞാൻ ഇൻഫോസിസിലായിരുന്നു. അപ്പൊ ഞാൻ എന്റെ 21ാമത്തെ വയസ്സിലാണ് ഞാൻ ഇൻഫോസിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അവിടെ കണ്ട ഒരു സെറ്റ് ഓഫ് വാല്യൂസും കുറച്ച് അതുണ്ട്. ഇൻഫോസിസിൽ എനിക്ക് ഏറ്റവും എന്നെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യം അതാണ്. അവിടുത്തെ ലീഡർഷിപ്പ് ഇപ്പോഴും ഞാൻ വളരെ സ്നേഹത്തോടും വളരെ ആദരവോടും കൂടി കാണുന്ന ആൾക്കാരാണ്. അവിടെ ഉണ്ടായിരുന്നത് ഇതാണ്, ഈ ഒരു ഹൗ ഇഫക്റ്റീവ്ലി. അപ്പൊ അവിടെ that connectivity was there. Like it was not like job and work എന്നുള്ളതിന് ഉപരിയായിട്ട് എങ്ങനെ പീപ്പിൾ മാനേജ്മെന്റ് എന്നുള്ളത്, ആ സ്കിൽസ് അവിടെ നിന്നാണ് ഞാൻ ശരിക്കും കാണുന്നതും. പിന്നെ പിന്നീടുള്ള എന്റെ ജേർണി വിത്ത് ഇൻഫോസിസിലും നമ്മൾ കൂടുതലും ലീഡർഷിപ്പ് റോൾസും മാനേജ്മെന്റ് ജോലികളുമാണ് ചെയ്തിരുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ആ എക്സൽ ഷീറ്റ് ഇപ്പോഴും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിന്റെ സ്റ്റാർട്ടിങ് പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എക്സൽ ഷീറ്റ് ഇല്ലാതെ എനിക്ക് ഒരു കാര്യങ്ങളും ഇല്ല. എവറിത്തിങ് ഇസ് ഇൻ എക്സൽ ഷീറ്റ് ആണ്. അപ്പോൾ ദാറ്റ് ഡെഫിനറ്റ്ലി ഹാസ് ഹെൽപ് മീ, ബിക്കോസ് റൈറ്റ് ഫ്രം ദെയർ ഐ ഹവ് വർക്ക് വിത്ത് ഡിഫറെന്റ് പ്രോജക്ട്സ്. സോ ലൈക്ക് ദാറ്റ് ഇസ് ദെയർ. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇതിനകത്തുള്ളൊരു ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ജോബാണ്. അപ്പൊ അത് ഒരു വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ആൻഡ് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്ന ആൾക്കാരും നമ്മളെ പോലെ അത്രയും പാഷനറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ സിനിമ എന്ന് പറയുന്ന ആ ഒരു മാധ്യമത്തിനോട് അത്രയും സ്നേഹമുള്ള ആൾക്കാരാണ്. അപ്പം അതിനൊരു വല്ലാത്തൊരു എനർജി ഉണ്ടായിരുന്നു, ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു. ബിക്കോസ് എല്ലാവരും ഒരേ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്. എല്ലാവരുടെയും ആ കാണുന്ന വെളിച്ചം സിനിമ എന്നുള്ളത് തന്നെയാണ്. അപ്പം ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ, ഐ വുഡ് സേ. ലൈക്ക് ആ ഒരു നമ്മൾ എവറി ടൈം ഇപ്പം നമ്മൾ വർക്ക് ചെയ്യാൻ ഇനിയും ആഗ്രഹിക്കുമ്പോഴും it is that energy which is driving us forward. Like our collective energy definitely it needs to be appreciated. Yeah. Maintain cool also is important, right? And because everything is between you and the DOP, as you said, and you have to manage the financials, especially in this tight barefoot production as I said. And അതേസമയം ആക്ടേഴ്സ് ഉണ്ട്, ആൻഡ് മെനി തിങ്സ് വിച്ച് നീഡ്സ് ടു ബി കോർഡിനേറ്റഡ് ആൻഡ് ഹാസ് ടു ബി ഡൺ ഓൺ ടൈം. ഇതിപ്പോ ഇന്നത്തെ കിട്ടി നാളെ കിട്ടിയിട്ട് കാര്യമില്ല. ദർ കുഡ് ബി മൊമെന്റ്സ് ദാറ്റ് you feel frustrated, or there could be. So how did you handle that situation? There were situations. ചിലത് നമുക്ക് ഭയങ്കര, കാരണം ഒന്നത് സ്ലീപ്ലെസ് ആയിട്ട് നിന്ന് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. കാരണം നൈറ്റിലാണ് പ്ലാനിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പം ആഫ്റ്റർ ദ ഷൂട്ടാണ് പലതും നെക്സ്റ്റ് ഡേയിലേക്കുള്ളത് നമ്മൾ കൃത്യമായിട്ട് കുറച്ചുകൂടെ ഒരു സ്ട്രാറ്റജൈസ് ചെയ്യുന്നതൊക്കെ രാത്രിയാണ്. ആൻഡ് കിടന്നാലും ചിലപ്പോഴും ഉറക്കം വരാറില്ല, ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ് ദ സീൻസ് ആൻഡ് തിങ്സ് വിച്ച് കംസ് ബാക്ക് ടു ദ മൈൻഡ്. സോ ദാറ്റ് വാസ് ദെയർ. ഇറ്റ് വാസ് ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ലൈക്ക് ഇറ്റ്സ് ഓൾവേസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നമ്മൾ കൂൾ ആയിരുന്നില്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവര് ഡിസ്റ്റോർട്ടഡ് ആവും. അപ്പൊ സോ ദാറ്റ് ഐ വാസ് വെരി വെരി കെയർഫുൾ അബൌട്ട്. ആൻഡ് ഈവൻ ഫോർ ദി ആക്ടേഴ്സ് ടു പെർഫോം, they need ഒരു ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വേണം. സോ ആൻഡ് ഈവൻ ഫോർ മീ, എനിക്ക് ആ ഒരു ഐ ലവ് ദാറ്റ് പീസ് ടു വർക്ക്. അപ്പം ക്യോട്ടിക് ആയിട്ട് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ്സോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം ഓൾസോ. സോ അത് മാക്സിമം അത് ഒഴിവാക്കി തന്നെയാണ് ചെയ്തത്. പിന്നെ ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ, പക്ഷെ ദാറ്റ് എവറിബഡി അണ്ടർസ്റ്റാൻഡ്സ്, ലൈക്ക് ഒരു മൊമെന്ററിലി ഔട്ട് ബേസ്റ്റ് ചിലപ്പം വന്നിട്ടുണ്ട്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് എവറിത്തിങ് വാസ് കൂൾ, പക്ഷെ മോസ്റ്റ്ലി ഇറ്റ് വാസ് കൂൾ. ആൻഡ് എസ്പെഷ്യലി വിത്ത് ദി ആക്ടേഴ്സ്, ഞാൻ അവരുടെ സെൻസിറ്റിവിറ്റി എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉള്ള ഒരു കാര്യമാണ്. കാരണം ദേ ഹാവ് ടു പെർഫോം, ഇമോഷൻസ് ചെയ്യേണ്ടതാണല്ലോ. അപ്പം ഇതിനകത്ത് ഇതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അത് ഇമോഷൻസിൽ. അപ്പം their performance is very very important to me, and it's very important for me
that they are cool. സോ നമ്മൾ കളിച്ച് ചിരിച്ച് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടാനും പറ്റുള്ളൂ. അപ്പം ആ രീതിയിൽ ഐ മീൻ, പക്ഷേ ഡെഫിനറ്റ്ലി ഇത് പ്രൊഡക്ഷന്റെ ഒരു പ്രഷർ എക്സ്ട്രാ ഉണ്ടായിരുന്നു. ബിക്കോസ് അതെനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് ഈവൻ ഓൺ എ ഡേ ടു ഡേ ബേസിസ് എനിക്ക് ഈ കണക്ക് വെക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അത് കംപ്ലീറ്റ്ലി ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചത്. അതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഹി ഹാസ് ഡൺ. ഹി ടുക്ക് ലീവ് ആക്ച്വലി. ആ സമയത്ത് അത്രയും ദിവസങ്ങളും പുള്ളി തന്നെയായിരുന്നു. കാരണം എന്നോട് ഞാൻ പറഞ്ഞു, എന്നോട് 1 രൂപയുടെ കാര്യം പോലും പറയരുത്, ഐ ഡോണ്ട് വാണ്ട് ടു നോ, എനിക്കത് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആണ്. ആ പോയിന്റ്, ആ ലോഡ് കംപ്ലീറ്റ്ലി ഞാൻ പുള്ളിയെയാണ് ഏൽപ്പിച്ചത്. അപ്പൊ അത് ഞാൻ പറഞ്ഞു, സെറ്റിൽ ആർക്ക് എന്ത് പൈസയുടെ ആവശ്യമാണെങ്കിലും talk to him. So he was handling that really efficiently. And in fact, like, he came and told me, like, you don't have to, അപ്പൊ ഇങ്ങനെ അത്രയും പെട്ടെന്ന് തീർക്കണം എന്നില്ല നമുക്ക്. You are draining out, so you can take a few more days. ഞാൻ പറഞ്ഞു, no, that won't happen. So I was going at my pace, but he was really worried about my health and അതൊക്കെ പുള്ളിക്ക് worry ഉണ്ടായിരുന്നു. പക്ഷെ things were good and definitely ഇതിനകത്ത് ഇതൊക്കെ പറയുന്നെങ്കിലും ഞാൻ വിചാരിക്കുന്ന ഒരു ഹയർ ഒരു എനർജി ഉണ്ട്. നമ്മള് ആ സമയം അത് തന്നെ ഒരു മാജിക് ആണ്. കാരണം ഇത്രയും ആൾക്കാർക്ക് ഒരു ജലദോഷം തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് മുടങ്ങും. അപ്പം അതൊക്കെ നിയന്ത്രിക്കുന്നത് ഒരു ഡിഫറെന്റ് ഒരു ശക്തി തന്നെയാണ്. അപ്പം ആ ഒരു ഫോഴ്സ് ആണ് സത്യം പറഞ്ഞാല് that made it possible. I think we should also talk about the cast. I don't know, ഇപ്പൊ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റുന്നതാണോ എന്നറിയില്ല. About the actors, ഇതിനകത്ത് ലീഡ് ചെയ്യുന്നത് ജഗദീഷ് സാറും മിനി ഐ ജി ആൻഡ് അനഘ രവിയാണ്. അനഘ രവി ആണ് ആക്ച്വലി, ഷീസ് ദ ലീഡ് റോൾ എന്ന് പറയാം. 3 പേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. പക്ഷെ എന്നാലും കൂടുതൽ ഇന്റൻസ് പെർഫോമൻസ് ഒക്കെ ഉള്ളത് അനഘയ്ക്കാണ്. അപ്പം അനഘേനെ ഞാൻ ആക്ച്വലി ന്യൂ നോർമൽ എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ്. അതിനകത്ത് എൻ്റെ അസോസിയേറ്റ് ആയിരുന്ന, നിളയിൽ അസോസിയേറ്റ് ആയിരുന്ന ശ്രീകാന്ത് അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ത്രൂ ശ്രീകാന്ത് ആണ് അനഘയെ റീച്ച് ചെയ്തത് ഞാൻ. അപ്പം ഐ നറേറ്റഡ് ദ സ്റ്റോറി ടു ഹെർ ആൻഡ് വെൻ ഐ വാസ് നറേറ്റിംഗ് ദ സ്റ്റോറി ഐ കുഡ് സീ ദാറ്റ് പുള്ളിക്കാരിയുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടായിരുന്നു. ആൻഡ് യൂഷ്വലി നമ്മള് ആ ഒരു അൺസ്പോക്കൺ കണക്ട് എന്ന് പറയുന്ന പോലെ ഐ ന്യൂ ദാറ്റ് ഷീ കുഡ് ഡു ഇറ്റ് ആൻഡ് ഷീ ആസ്ക്ഡ് മീ, ചെയ്യാൻ പറ്റുമോ, എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. ഐ സെഡ് ലൈക്ക് ഡോണ്ട് വറി അബൌട്ട് ഓൾ ദാറ്റ് എന്ന് പറഞ്ഞു. ആൻഡ് ഐ ഹാഡ് ദറ്റ് കൺവിക്ഷൻ. നമ്മൾ അവിടെ ഒരു കൊച്ചിയിൽ ഒരു കഫേയിൽ ഇരുന്നിട്ടാണ് ആദ്യം മീറ്റ് ചെയ്യുന്നത്. ഞാനും രാകേഷും ഉണ്ടായിരുന്നു. അപ്പം വെൻ ഐ ഫസ്റ്റ് മെറ്റ്, എനിക്ക് ആ ഒരു ഐ വാസ് കൺവിൻസ്ഡ് ദാറ്റ് ഷീ ഈസ് ജാനകി എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. And Mini IG, of course, I have worked with her in Nila. There is no doubt about her. അപ്പൊ പുള്ളിക്കാരിയാണ് അടുത്ത ഒരു കീ റോൾ ചെയ്തത്. അതും വളരെ ഇമോഷണൽ ആൻഡ് പെർഫോമൻസ് ഓറിയന്റഡ് ഒരു റോളാണ്. ഐ വാസ് ടോട്ടലി കൺവിൻസ്ഡ് അബൌട്ട് ഹർ. അത് മിനി ചേച്ചി അത് അത്രയും എന്താ പറയാ, നമ്മള് ഐ ഡിഡ്ന്റ് ഈവൻ ആസ്ക് ഹർ പെർമിഷൻ. വരുമോ എന്നുള്ളത് പോലുമല്ല, ഞാൻ ഐ ജസ്റ്റ് ടോൾഡ് ഷീ ഈസ് ദെയർ, ഇതാണ് എന്ന് പറയുകയായിരുന്നു ചെയ്തത്. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ജഗദീഷ് സാർ ആണ്. ജഗദീഷ് സാറിന്റെ ക്യാരക്ടർ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ ആരെയും എനിക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഒരുപാട് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അതിനകത്ത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കത് ഐ നീഡ് സമ്മൺ ലൈക്ക് ഹിം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് അതിനൊരു ധൈര്യം കിട്ടിയത്. കാരണം സെൽഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയാണ്, എനിക്ക് കൊടുക്കാൻ പൈസ അങ്ങനെ കാര്യമായിട്ടില്ല. പക്ഷേ ഐ വെൻ ടു ഹിം. ജയേഷ് ആണ് കണക്ട് ചെയ്ത് തന്നത്. ഹീസ് എ ലൈൻ പ്രൊഡ്യൂസർ. ജയേഷ് ലൈൻ പ്രൊഡ്യൂസർ എന്ന് മാത്രമല്ല, ഹി ഹാസ് ബീൻ എ ഫ്രണ്ട് ഫോർ എ ലോങ് ടൈം. ഹി ഹാസ് IFFK വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഹി ഹാസ് വർക്ക്ഡ് ഇൻ എ ലോട്ട് ഓഫ് മൂവീസ് ആൻഡ് വെബ് സീരീസ് നൗ. അപ്പം ജയേഷ് ആണ് എനിക്ക് കണക്ട് ചെയ്ത് തന്നത്. ഐ ടോൾഡ് ഹിം ദ സ്റ്റോറി. പക്ഷേ ഇത് സെൽഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ പുള്ളിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഐ ഗേവ് ഹിം സം ടൈം. ആൻഡ് ദെൻ ഞാൻ സ്ക്രിപ്റ്റ് അടുത്ത ഷൂട്ടിന്റെ വേർഷനിലേക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും എനിക്ക് ആക്ച്വലി ജഗദീഷ് സാറിനെ മനസ്സിൽ വെച്ചിട്ട് ആ കഥാപാത്രത്തിനെ കാണുമ്പോഴാണ് എനിക്ക് അതിനകത്തൊരു കംപ്ലീഷൻ തോന്നുന്നത്. അപ്പൊ ഞാൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എനിക്ക് ഐ നീഡ് യു എന്ന് പറഞ്ഞു. അപ്പം അപ്പോഴേ സാറ് പറഞ്ഞു, ഓക്കെ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞ് സാറ് അപ്പോഴാണ് ഞാൻ പറഞ്ഞു, എനിക്ക് സാറിനെ തന്നെ വേണം എന്ന് പറഞ്ഞു. അപ്പോ എന്നിട്ട് സ്ക്രിപ്റ്റ് ഒന്നും സാർ ചോദിച്ചൊന്നുമില്ല, ഡീറ്റെയിൽ നറേഷൻ, അങ്ങനെ സ്ക്രിപ്റ്റ് നറേഷൻ അതൊന്നും ഇല്ലായിരുന്നു. ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് വണ്ടർഫുൾ വർക്കിംഗ് വിത്ത് ഹിം. ബിക്കോസ് ഈ പുള്ളിയുടെ സീനിയോറിറ്റി, ഹിസ് വർക്ക് എക്സ്പീരിയൻസും ഒക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. സാർ 7 days തന്നു.
ആ 7 ഡേയ്സിന് ചുറ്റുമാണ് ബാക്കി ചാർട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തത്. ബട്ട് തിങ്സ് വെന്റ് വെൽ. സോ ഐ എം ഗ്ലാഡ് അത് ഒരു ദിവസം പോലും നമുക്ക് എക്സ്ട്രാ വേണ്ടി വന്നില്ല. സാറിന്റെ അടുത്തും ബുദ്ധിമുട്ടിക്കേണ്ടി വന്നില്ല. അപ്പം സോ ഇറ്റ്സ് റിയലി ഗുഡ്. ആക്ച്വലി ഇത് ഈ കഥയുടെ കാര്യം പറയുമ്പോഴും അതിനകത്ത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി നോട്ട് ലൈക്ക് നിള. പക്ഷേ ഐ എം ഷുവർ അതിനകത്തൊരു എന്താ പറയാ, ദർ ഇസ് എ കണക്ടിങ് ഒരു പോയിന്റ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ്. മറ്റൊരു കാര്യം, നിളയുടെ സ്പന്ദനം നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിന്റെ മ്യൂസിക് ആൻഡ് സോങ്സ് യു ഓൺലി റോട്ട് ദ ലിറിക്സ്. ഇതിലെങ്ങനെയാണ്? ഓഫ് കോഴ്സ് ഐ സോ ബിജുപാൽ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ കണ്ടു. സോ ഹൗ വാസ് ദാറ്റ് പാർട്ട് ഇൻ ദ ഫിലിം? എനിക്ക് ആക്ച്വലി നിളയില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊളാബറേഷൻസ് ആണ്. ഇപ്പം രാകേഷ് ആണെങ്കിലും അപ്പു ആണെങ്കിലും ബിജുപാൽ സാർ ആണെങ്കിലും ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഇസ് ടു വർക്ക് വിത്ത് ദം എന്നുള്ളത്. അപ്പം നമുക്ക് പിന്നെയും അവരെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നെക്സ്റ്റ് മൂവി സ്ക്രിപ്റ്റ് വർക്കിന്റെ സമയത്ത് തന്നെ ഞാൻ രാകേഷിനോട് പറഞ്ഞിരുന്നു, അപ്പുവിനോട് പറഞ്ഞിരുന്നു, അതേപോലെ ബിജുപാൽ സാറിനോട് പറഞ്ഞു. അപ്പൊ ഞാൻ I told him about this co-production thing because it's not a big budget thing. So he was willing for that. And scriptil sir ഇഷ്ടപ്പെട്ടായിരുന്നു, ആ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടായിരുന്നു. And he collaborated. He was willing to collaborate. So that we're really lucky for that. അത് അതിന്റെ ഒരു പ്രത്യേകതയ്ക്ക് കാരണം ഇതിന്റെ പല വൈകാരികതകളും അതിന്റെ ശരിക്കും ഒരു ആസ് എ ഹ്യൂമൻ ബീയിങ് ആൻഡ് ആസ് എ മ്യൂസീഷ്യൻ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാള് എന്നുള്ള രീതിയിൽ ഇറ്റ് വാസ് എ പെർഫെക്റ്റ് ബ്ലെൻഡ് എന്നാണ് എനിക്ക് തോന്നിയത്. ജൂറിയെ കുറിച്ച്, ഇപ്രാവശ്യത്തെ ജൂറിയെ കുറിച്ച് നല്ല പ്രശംസകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അബൌട്ട് സെലക്ഷൻ ആൻഡ് പ്രീമിയറിംഗ് ഫിലിംസ്. സോ ഇഫ് യു ഹാവ് എനി കമന്റ് ഓൺ ദാറ്റ്. എനിക്കും അനൗൺസ് ചെയ്തിട്ടാണ് ജിയോ എനിക്ക് എന്നെ സംസാരിച്ചത്. ആൻഡ് ഇറ്റ് വാസ് വെരി പോസിറ്റീവ് response from them. So it was very heartwarming actually to hear what they had to say. So അപ്പം കൂടുതൽ എനിക്ക് പറയാനിപ്പം പറ്റില്ല. പക്ഷെ എന്നാലും ഇറ്റ് വാസ് വെരി വെരി ഹാർട്ട് വാർമിങ്. ആൻഡ് ഇപ്പോ IFFK സബ്മിറ്റ് ചെയ്തപ്പോ സത്യം പറഞ്ഞ വിത്ത് ഓൾ ദീസ് ഇഷ്യൂസ് ദാറ്റ് ആർ ഗോയിങ് അറൌണ്ട് ആൻഡ് ലോട്ട് ഓഫ് powerful names who were meddling with it, I didn't have a hope actually. ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ആൻഡ് പേര് പോലും, സിനിമയുടെ പേരും ഒന്നും പുറത്ത് വിടാത്തതിന്റെ ഒരു റീസണും ആവശ്യമില്ലാണ്ട് ലെറ്റ്സ് നോട്ട് ഇൻവൈറ്റ് ട്രബിൾ എന്ന് വിചാരിച്ചിട്ടാണ്. വളരെ ഡിസ്ക്രീറ്റ്ലി ആണ് ഷൂട്ട് നടത്തിയത്. പേര് ആ സമയത്ത് ഇട്ടിരുന്നത് ഡിഫറെന്റ് ആയിരുന്നു. ഈ സിനിമയിൽ അഭിനയിച്ചവർക്കും വർക്ക് ചെയ്തവർക്ക് പോലും ഇതിന്റെ പേര് ഇതായിരുന്നു എന്നുള്ളത് ഇപ്പോ സെലക്ഷൻ വന്നപ്പോഴാണ് അറിയുന്നത് തന്നെ. സെൻസർ ചെയ്തപ്പോഴും കഴിയുന്നതും ഡിസ്ക്രീറ്റ്ലി സെൻസർ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. ആരും അറിയാതെ തന്നെയാണ് പോയി സെൻസർ ചെയ്തത്. അധികം പബ്ലിസിറ്റി ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ നമ്മൾ ആരും ക്രൂവില് വർക്ക് ചെയ്ത ആരും ഇതിന്റെ ഒരു സ്റ്റില്ലോ ഒന്നും ഒരു ഇൻഫർമേഷനും, അടുത്തൊരു സിനിമ ഞാൻ ചെയ്തു എന്ന് പോലും ഒരിടത്തും പറയാത്ത വിധം ഞാനിത് രഹസ്യമായിട്ട് തന്നെ വെച്ചേക്കായിരുന്നു. ഇറ്റ് വാസ് എ സീക്രട്ട് ജേർണി. വൺ ദർ ഇസ് ലൈക്ക് നമുക്കൊരിക്കലും ഒരു പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒന്നിന്റെയും ഔട്ട്കം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അപ്പൊ ആവശ്യമില്ലാതെ ഒരു പ്രഷർ വരണ്ട എന്ന് വിചാരിച്ചു. ഫ്രം ഔട്ട്സൈഡ് ഒരു പ്രഷറും റിമൈൻഡേഴ്സും വരണ്ട എന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെതായിട്ടുള്ളൊരു ജേർണി ഉണ്ട് വിച്ച് ഐ ബിലീവ് ദർ ഇസ് സംബഡി എൽസ് ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഇല്ലെങ്കിൽ എന്നെ പോലെ ഒരാൾക്ക് ഇറ്റ്സ് നോട്ട് ഈസി ഫോർ മീ. നമ്മള് എല്ലാ പവറുകൾക്കും മുകളിൽ ഒരു വിശ്വാസം, അത് തന്നെയാണ് ഇപ്പോ ഐ സ്ട്രോങ്ലി ബിലീവ് ഹി ഈസ് ദ വൺ ഹു ഈസ് ലീഡിങ് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നിളയുടെ ഒഴുക്കും വളരെ ശാന്തമായിരുന്നു. ഇതൊക്കെ പറയുമ്പോഴും ഐ ക്യാൻ സെൻസ് ദാറ്റ് ശാന്തത. പക്ഷെ ശാന്തതയുടെ അപ്പുറത്ത് ഒരുപാട് പോരാട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ്. പീപ്പിൾ ഡു നോട്ട് വോണ്ട് ടു സേ ലൈക്ക് വുമൺ ഫിലിം മേക്കർ എന്നുള്ളത്. പക്ഷെ ഇൻ പ്രാക്ടീസ് ദർ ആർ സം ഡിഫിക്കൽട്ടീസ് ആസ് സച്ച് വിച്ച് ഇസ് ഓബ്വിയസ്. പക്ഷെ ആ ഒരു അർത്ഥത്തിലല്ല അത്. പക്ഷെ സ്റ്റിൽ യു മൈറ്റ് വോണ്ട് to overcome such things for others, probably, and for your future films. So if there is something that you want to talk about. Actually, വുമൺ ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ
ഇൻ ദ വർക്കിംഗ് സ്പേസ് നമുക്കൊരു ബുദ്ധിമുട്ടില്ല. എന്ന് വെച്ചാൽ ഈവൻ നിള ഷൂട്ട് ചെയ്യുന്ന സമയത്തോ അതുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ടെക്നിക്കൽ മേഖലകളിലുള്ള ആൾക്കാർക്കൊന്നും ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു സ്ത്രീ ആയിട്ട് തോന്നിയിട്ടും അങ്ങനെ ഒരു റിമൈൻഡിങ് ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈവൻ നൗ ലൈക്ക് ഈ അപ്പുറത്തിലാണെങ്കിലും അങ്ങനെ ഇത് വനിതാ സംവിധായിക എന്നുള്ള രീതിയിൽ ആരും ഇല്ല. അവര് ഇറ്റ്സ് എ മെയിൽ ഓർ ഫീമെയിൽ, they would have worked the same way. So ആ രീതിയിൽ വർക്കിംഗ് സ്പേസിൽ I was totally comfortable, and my team is also like very sensitive about all that. And I think especially this generation of people, they are more sensitive about those kind of things. They don't really see us as woman or man. They just see us as what we are, and we have clarity or not. So that's the only thing that matters to them. So ആ ഒരു രീതിയിൽ എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. So എസ്പെഷ്യലി നിളയുടെ സമയത്ത് എനിക്ക് KSFDC മാത്രമേ ആ ഒരു തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. സോ ദാറ്റ് വാസ് ലൈക്ക് ഡീലിംഗ് വിത്ത് ഒരു സ്റ്റോൺ ഏജുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി അവിടെ ഉണ്ടായിരുന്നു. ബിക്കോസ് വി ആർ കോൺസ്റ്റന്റ്ലി റിമൈൻഡഡ് ലൈക്ക് ഇതെന്തോ ഒരു പോരായ്മയാണോ എന്ന്. എനിക്കത് വ്യക്തിപരമായിട്ട് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്ത ഇതിന് മുന്നേ ഇപ്പം ഇൻഫീൽ ആയിരുന്നെങ്കിലും ഞാൻ UST വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ലീഡർഷിപ്പ് റോൾസിൽ ഇരിക്കുന്ന ഒക്കെ യുനോ സ്ത്രീകൾ ഒരുപാട് ഇരിക്കുന്നതാണ്. ആൻഡ് ദേ ഡോണ്ട് ഈവൻ സേ എ കൗണ്ട് ഓഫ് ലൈക്ക് ഇത്രയും ആൾക്കാർ ലീഡർഷിപ്പ് റോളിൽ ഇരിക്കുന്നു. ബിക്കോസ് ഇറ്റ്സ് നോർമലൈസ്ഡ് ദെയർ. ഇറ്റ്സ് നോട്ട് DC ഹെഡ്, UST DC ഹെഡ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. പക്ഷെ അതാരും അങ്ങനെ എടുത്തു പറയേണ്ട കാര്യമില്ല, ബിക്കോസ് ദാറ്റ്സ് DC ഹെഡ് എന്നുള്ളത് മാത്രമാണ്. അപ്പോ അതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്നതും എന്റെ പിയർ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവരൊക്കെ ദേ ആർ ഓൾ വെരി വെരി സീനിയേഴ്സ് നൗ. സോ അവരാരും സ്ത്രീ എന്നുള്ള രീതിയിലൊന്നും മാറ്റി നിർത്തപ്പെടുന്നൊന്നുമില്ല. സോ ഇറ്റ്സ് വെരി ആ ബോർഡർ തിന്നായിക്കൊണ്ട് തന്നെ ഇരിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ആ രീതിയിൽ നമുക്കില്ല. പിന്നെ നമ്മുടെ പെർസ്പെക്റ്റീവ്സ് ആസ് എ സ്റ്റോറി ടെല്ലർ ചിലപ്പം ജെൻഡർ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ആസ് എ വുമൺ നമ്മൾ കാണുന്ന ലോകവും ആസ് എ മാൻ കാണുന്ന ലോകവും അതിന് ജെൻഡർ ബേസ്ഡ് നമ്മുടെ എക്സ്പീരിയൻസസിന്റെ ഒരു ഫ്ലേവർ ഉണ്ടാവുന്നേ ഉള്ളൂ. ബട്ട് വർക്ക് സ്പേസിൽ it has never been a real issue, apart from the fact that with KSFDC I did have a huge problem. Although, and the irony is that അവര് വിമൻ എംപവർമെന്റ് എന്ന് പറഞ്ഞ് ചെയ്ത ഒരു പ്രോഗ്രാമിലാണ് ഇത്തരത്തിലൊരു വളരെ ജെൻഡർ ഇൻസെൻസിറ്റീവ് ആയിട്ട് അവർ പെരുമാറിയിട്ടുള്ളത്. പക്ഷെ അല്ലാതെ എനിക്ക് എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ബട്ട് മൊത്തത്തിൽ അങ്ങനെ ഒരു ഐ മീൻ ഇറ്റ്സ് ഒരു വേവ് ഓഫ് ചേഞ്ചിന്റെ ഒരു ഭാഗവും കൂടിയാണല്ലോ. കാരണം പുതിയ ജനറേഷനിൽ ഉള്ള പല ആൾക്കാരും, അറ്റ്ലീസ്റ്റ് ഐ എം ഫോർച്ചുനേറ്റ് ടു വർക്ക് വിത്ത് പീപ്പിൾ ഹു ഹാവ് ദാറ്റ് ബേസിക് അവയർനെസ് ആൻഡ് സെൻസിറ്റിവിറ്റി. അതവര് ഫോഴ്സ്ഡും അല്ല, ഇറ്റ്സ് നോട്ട് എ ഫോഴ്സ്ഡ് ഇതായിട്ടുള്ള, അവര് അവരുടെ അപ്ബ്രിങ്ങിങ്ങിലും അവരുടെ ഫ്രണ്ട് സർക്കിൾസിലും ഒക്കെ ഉള്ളൊരു ഇക്വാലിറ്റി അവർ ഇതിനകത്തും ഉണ്ട്. പിന്നെ മാൻ ആണെങ്കിലും വുമൺ ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലി ഇസ് സെയിം. ലൈക്ക് വി ആർ നോട്ട്, ഒരിടത്തും നമുക്ക് അതിന്റെ ഒരു പരിഗണന നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല, നമ്മൾക്ക് ഡിമാൻഡ് ചെയ്യുന്നുമില്ല. അത് യുനോ ഇറ്റ്സ് സെയിം ജോബ്. ആൻഡ് അവിടെ നമ്മൾ ശരീരം മറന്നുകൊണ്ടുള്ള ഒരു ജോബ് തന്നെയാണ്. അപ്പോൾ ദ പാസ്റ്റ് few weeks we have been hearing a lot of discussions about Hema committee report also, and unfortunately the അതിന്റെ ഒരു essence of it ഇപ്പോഴും നമുക്കത് ഡിസ്കഷനിൽ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. Because it got misinterpreted and discussions went some other way. So workplace equality and gender sensitivity, I think that is very very important in any space, workspace എന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ആ ഒരു സെൻസിറ്റിവിറ്റി ഹാസ് ടു ബി ദെയർ. ആൻഡ് ദാറ്റ് എപ്പോഴും എനിക്ക് തോന്നുന്നു ആ മതിലുകൾ, ജെൻഡർ എന്നുള്ള രീതിയിലുള്ള മതിലുകൾ, അല്ലെങ്കിൽ ഈവൻ ക്ലാസ് ഡിഫറൻസസ് ഐ എം സീയിങ് ടു മച്ച് ഇൻ സിനിമ ആക്ച്വലി. കാരണം ഇപ്പോ സിനിമയില് ഫുഡ് കഴിക്കാൻ നേരത്ത് ക്യൂ നിൽക്കുന്നിടത്ത് ഇറ്റ് ഇസ് വെരി സർപ്രൈസിങ്. ഞാൻ പെട്ടെന്നൊരു വേറൊരു കാലഘട്ടത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത പോലെയാണ്. കാരണം ഡയറക്ടറിനും ഇമ്മീഡിയറ്റ് ക്രൂ മെമ്പേഴ്സിനൊക്കെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്. സോ അത് ദാറ്റ് ഹാസന്റ് ഹാപ്പൻഡ് ഇൻ നിളയിലും ഈ അപ്പുറത്തിലും അത് ഞാൻ അനുവദിച്ചിട്ടില്ല. കാരണം അതൊരു വളരെ നമ്മള് ഇത്രയും പുരോഗമനം എന്നൊക്കെ പറഞ്ഞ് ഈ ഇത്രയും 2024 ഇരുന്നിട്ട് നമ്മള് മറ്റേതോ ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നവരാണ്. പക്ഷെ അത് ഭയങ്കര പ്രോമിനന്റ്ലി ഉള്ളത് സിനിമയിലാണ്. ബിക്കോസ് ഈവൻ നിളയിലൊക്കെ ആണെങ്കിൽ അസിസ്റ്റൻസ് ഒന്നും നമ്മളെ കൂടെ വന്നിരുന്ന് കഴിക്കുക കൂടി ഉണ്ടായിരുന്നില്ല. ഇല്ല, നമ്മൾ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞപ്പോ
എനിക്കത് ഭയങ്കര awkward ആയിട്ട് തോന്നി. ബിക്കോസ് ദാറ്റ് ഇസ് ദ പ്രാക്ടീസ് അവർ ശീലിച്ചിട്ടുള്ളതും. അത്തരത്തിലല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ പലപ്പോഴും പഴി കേൾക്കേണ്ടി വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള ഫുഡുകൾ, കുറഞ്ഞ ഭക്ഷണം, കൂടിയ ഭക്ഷണം, അത്തരത്തിലുള്ള വേർതിരിവുകൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് വർക്ക് സ്പേസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് നമ്മൾ ശീലിച്ചു വരുന്ന ഒരു ലൈഫും അതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലും ഒന്നും അത്തരത്തില് നമ്മൾ ഹൈറാർക്കി അനുസരിച്ചിട്ട് ഭക്ഷണത്തിലോ അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളിലോ ഒന്നും വ്യത്യാസങ്ങൾ, ഈവൻ ടോയ്ലറ്റിൽ പോലും അങ്ങനെ വ്യത്യാസങ്ങൾ വരുത്തുക എന്ന് പറയുമ്പം നമ്മൾ ഒരു ഹ്യൂമൻ ലെവലില് ഇൻ എ മൾട്ടി ക്രോർ ഇൻഡസ്ട്രി അതൊരു ഭയങ്കര ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സ്പേസ് ആയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ആൻഡ് ഇറ്റ് വാസ് വെരി ഡിസ്റ്റർബിങ് ഫോർ മീ ബിക്കോസ് ഈ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസിന് പലപ്പോഴും ഈ KSFDC-യുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള പലയിടത്തും അത് നമുക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള സൊല്യൂഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാകണം എന്നുള്ളത് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ആ തരത്തിൽ ഐ എം hopeful that ഇനിയുള്ള steps are very important because 5 years have been lost already after the report came out, and now I think anything that is done അത് historical ആയിരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. So that is the reason why me, Mini IG and all were voicing our concerns against the appointment of Shaji and Karun as the chairman of the new policy making. അതിൽ അദ്ദേഹത്തിനെയാണ് നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതിന് നമുക്ക് വിയോജിപ്പെങ്കിലും രേഖപ്പെടുത്തേണ്ടതുണ്ടെന്ന് തോന്നിയിട്ട് അത് ചൂണ്ടിക്കാണിക്കുകയും മാത്രമല്ല KSFDC-യിലുള്ള സ്റ്റാഫും അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതുകയും പരാതിപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ നിരന്തരമായി ഈ ശബ്ദങ്ങൾ ഉയർന്നിട്ടും അത് ചെവി എത്തേണ്ടടുത്ത് എത്തുന്നില്ല എന്നുള്ള ഒരു വിഷമം, ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. പക്ഷെ അത് ഐ എം ജസ്റ്റ് ഹോപ്പ്ഫുൾ ദാറ്റ് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം ആൻഡ് ഇറ്റ് വിൽ ഫൈൻഡ് ദ സൊല്യൂഷൻ എന്ന് ഐ എം സീരിയസ്ലി ഹോപ്പിംഗ് ഇറ്റ് വിൽ ഹാപ്പൻ. ബിക്കോസ് ആ ജെൻഡർ ഹരാസ്മെന്റിന്റെ ഒരു വലിയൊരു എക്സാമ്പിൾ ആയിരുന്നു വാട്ട് ദാറ്റ് സ്റ്റാഫ്, KSFDC-യിലെ സ്റ്റാഫ് തുറന്നെഴുതിയ ഒരു കത്തിൽ പറയുന്നുണ്ടായിരുന്നു. സ്ത്രീകൾ മാത്രം ഒതുങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പ് എന്നും ഉണ്ടായിരുന്നു, അതായിരുന്നു അതിന്റെ ഒഫീഷ്യൽ നാമത്തിനെ. അവിടെയുള്ളവർ സ്പെഷ്യൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പ് എന്ന് വിളിക്കാനുള്ള അവരുടെ ഒരു ധൈര്യം, അത് പരാതിപ്പെട്ടു. അത് മീഡിയയിൽ കൊണ്ടുവന്നിട്ടും ഇപ്പോഴും അത് ചോദ്യം ചെയ്യപ്പെടാതിരിക്കുന്നത്, ആ നിശബ്ദത വളരെയധികം ഇൻടോളറന്റ് ആണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. അത്തരത്തില് അത് ഓക്കെ ആണ് എന്നുള്ളത്. അപ്പം വനിതാ സംവിധായകരുടെ യുനോ വിമൻ എംപവർമെന്റിന് വേണ്ടിയുള്ള സിനിമകളുടെ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ് KSFDC. എന്നിട്ട് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് പോലും ഇങ്ങനെ തന്നെയാണ് എന്നും ആ കുട്ടിയുടെ ഒരു തുറന്ന പറച്ചിലില് പുള്ളിക്കാരി പലപ്പോഴും അവിടെയുള്ള ബാക്കി വനിതാ സംവിധായകർക്ക് നേരിടേണ്ടി വരുന്ന അബ്യൂസുകളൊക്കെ അവർ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ വിറ്റ്നസ് എന്നുള്ള രീതിയിൽ ഞാൻ സാക്ഷി എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി എഴുതിയിരുന്നു. പക്ഷെ ഇറ്റ്സ് നോട്ട് റീച്ചിങ് എനിവെയർ എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ശബ്ദങ്ങളും സഹിച്ചിട്ടുള്ള കാര്യങ്ങളും അവിടെ നടക്കുന്ന നോർമലൈസ്ഡ് ആയിട്ടുള്ള അനീതികളും ഒന്നും പുറത്തേക്ക് വരുന്നില്ല. അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടും അതിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥാനത്തും ഇങ്ങനെയുള്ള ഒരു വ്യക്തി വരുന്നതിൽ ഇറ്റ് നീഡ്സ് ടു ബി ക്വസ്റ്റ്യൻഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയ ഹേർഡിൽ ഓവർകം, like Nila, you did put your entire effort in that, and then while watching also we were expecting that to go across the globe. അതിന്റെ പല കാരണങ്ങൾ കൊണ്ട് ഇറ്റ് കുഡന്റ് ഗോ ത്രൂ. ബട്ട് നൗ ഇതാണ് എനിക്ക് ഏറ്റവും ഇൻസ്പിറേഷണൽ ആയിട്ട് തോന്നിയത്. ലൈക്ക് you have determined that I'm not going to fail, and you knew how to overcome that, and this is that way you are a role model, that you're setting the benchmark, as in this is how you have to overcome this. And so if you look back, and I know you are told about the display ആയിട്ടൊക്കെ ആളുകളുടെ നമുക്ക് വേണ്ട ഒരു കാര്യം. സോ ഇതിൽ വേറൊരു കാര്യം കൂടി എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ IT സെക്ടറിൽ നിന്ന് വരുന്ന ആളുകൾ, ഇപ്പോൾ യെസ്റ്റർഡേ I was talking to രാഹുൽ വിജി നായർ. സോ he had also അദ്ദേഹം ഇപ്പോ
സ്വന്തം ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നോ ഇറ്റ്സ് ലൈക്ക് കൊമേഴ്സ്യലും മാത്രമല്ല, നോ ഇറ്റ്സ് വെബ് സീരീസിന്റെ അതിന്റെ ഒരു എക്സ്ട്രീം ഇതിലേക്ക് ബോത്ത് ദ വെബ് സീരീസ് ദാറ്റ് ഹി ഹാസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദാറ്റ് ടു ഹോട്ട്സ്റ്റാറിൽ ആദ്യം ചെയ്തതും സോണി ലിവിൽ ആദ്യം ചെയ്തതും ഹി ഓൺലി ഡിഡ് ഇറ്റ്. അതിന്റെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ലൈക്ക് ഐ ജസ്റ്റ് ടുക്ക് ഹിസ് എക്സാമ്പിൾ. ഐ ടിയുടെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, but at the same time, there are many things that we learn in terms of discipline. Like there are many other people like Salil and Abhay Kumar and many other people who Basil. have, yeah, correct, Basil. Yeah. So Jude so Anthony, did that ഇവരൊക്കെ help you? Yeah, correct. Yeah. ഹെൽപ്പ് എന്നുള്ളല്ല, ഈ പറഞ്ഞ പോലെ ഒരു ഡിസിപ്ലിൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പൊ കോളേജ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി കയറിയത് ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്കാണ്. അതും ഐ എം ഫോർച്ചുനേറ്റ് അത്തരത്തിലുള്ള ഒരു കമ്പനിയിൽ കയറാൻ പറ്റിയതും ഒരു ഇതാണ്. കാരണം ലൈക്ക് വാട്ട് യു സെഡ്, ലൈക്ക് ദർ ഇസ് ഡെഫിനറ്റ്ലി അതർ ഓപ്ഷൻസ് ഉണ്ട്, അതർ പ്ലേസസ് വെയർ തിങ്സ് ആർ നോട്ട് സോ പെർഫെക്റ്റ്. അപ്പം രാഹുൽ ഓൾസോ ഇൻഫീലായിരുന്നു. ഈ പറഞ്ഞ ഓൾ ദീസ് പീപ്പിൾ ദേ ആർ ഓൾ ഫ്രം ഇൻഫോസിസ്. സോ ഞാൻ ഇൻഫോസിസിന്റെ ഇതായിട്ട് പറയുന്നതല്ല, but there has been a discipline which I should acknowledge, and there is a mutual respect and അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. And for me ഈ ജേർണിയിൽ എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത് ലിറ്ററേച്ചറാണ്. എനിക്ക് എൻ്റെ ഓർമ്മകൾ തുടങ്ങുന്ന ഇടം ഞാൻ ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞു തന്ന കഥയും കഥകളും ഒക്കെയാണ്. അവിടെ നിന്നാണ് എൻ്റെ ഇത് തുടങ്ങുന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ പ്രായോഗികമായിട്ടുള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ എനിക്ക് മാർക്സ് ഉണ്ടായിരുന്നു, എനിക്ക് ഗവൺമെന്റ് കോളേജിലേക്കുള്ള റാങ്ക് ഉണ്ടായിരുന്നു എൻട്രൻസ് എക്സാമിന്. ഇറ്റ് വാസ് എ പ്രാക്ടിക്കൽ ഓപ്ഷൻ ആയിരുന്നു, ആൻഡ് വിച്ച് ഐ ഡോണ്ട് റിഗ്രറ്റ് ഇറ്റ് ഓൾ. ഞാൻ എഞ്ചിനീയറിംഗിന് ചേർന്നത്. പക്ഷേ എൻ്റെ അക്ഷരങ്ങളുമായിട്ടുള്ള എൻ്റെ ജേർണി ഒരിക്കലും ഒരു കാരണം കൊണ്ടും അത് അവിടെ നിന്ന് ഒരിക്കലും ഇൻസെപ്പറബിൾ ആയിട്ടെന്ന് തന്നെ പറയാം. എപ്പോഴും എന്ന് വെച്ചാൽ ഞാൻ അക്ഷരം പഠിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത്, കാരണം അച്ഛൻ ഇങ്ങനെ ഈ എഴുത്തുകാരെ കുറിച്ചും ഇതൊക്കെ ഇങ്ങനെ കോൺസ്റ്റന്റ്ലി പറഞ്ഞിട്ട് ഈ എഴുത്തെന്ന് പറയുന്ന പ്രോസസ്സും നോട് വല്ലാത്തൊരു സ്നേഹം ഉണ്ടായിരുന്നു, വല്ലാത്തൊരു നമ്മൾ അതാവണം എന്നുള്ള ഒരു ആഗ്രഹം അന്നുണ്ടായിരുന്നു. അപ്പം പണ്ടത്തെ ഈ പഴയ ഡയറിയിലും ഒക്കെ എഴുതി പൊട്ടക്കഥകളൊക്കെയാണ്, ചെറിയ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ടൊക്കെ അത് അച്ഛനെ കൊണ്ട് കാണിക്കും. അപ്പൊ അച്ഛൻ ഓരോ തവണയും പറയും ഇത് കുറച്ചുകൂടെ തെളിയണം തെളിയണം എന്ന് പറയും. അന്നും 2ാം ക്ലാസ്സിലായിരുന്നപ്പോ തൊട്ട് ചോദിക്കുന്നതാണ്. എഞ്ചിനീയറിംഗിനായിരുന്നപ്പോഴും എഴുതി കൊണ്ടുപോകുമ്പോഴത്തേന് അച്ഛൻ പറയും തെളിയണം തെളിയണം എന്ന് പറയും. അപ്പോ ആ ഒരു വാക്ക് ഞാൻ നിശബ്ദമായി ഇപ്പോഴും കേൾക്കുന്നുണ്ട്, ഓരോ വർക്ക് കഴിയുമ്പോഴും തെളിയണം എന്നുള്ളത്. കാരണം അതൊരു ജേണിയാണ്, അതിലൊരു പൂർണ്ണതയില്ല, പരിപൂർണമായി നമ്മളിത് എത്തി ഒരു ഡെസ്റ്റിനേഷൻ അല്ല, അതൊരു ജേണിയാണ്. ആ ജേണി ഞാൻ അന്ന് തൊട്ട് ഇപ്പോഴും ഇനിയും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എഴുത്ത്, നറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. കാരണം ഇതെനിക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകളും കോംപ്ലക്സിറ്റീസ് ഒന്നും എനിക്കതൊരു ആ രീതിയിൽ എനിക്ക് എന്നെ തളർത്തുന്ന ഒന്നും കാര്യങ്ങളല്ല. എക്സൈറ്റ്മെന്റ് ആണ് വിതിൻ ആ കൺസ്ട്രെയിൻസിൽ നമ്മളൊരു ക്രിയേറ്റീവ് ആയിട്ടൊരു കാര്യം ചെയ്യുന്നതിന്റെ ഒരു സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം അതിനെ വളരെ പ്രതീക്ഷയോടെ സ്നേഹത്തോടെ വെയിറ്റ് ചെയ്തിരുന്ന റിസൾട്ടായിരുന്നു നിളയുടേത്. അത് കഴിഞ്ഞ് അതിനെ എല്ലാവരും കൂടി ഇങ്ങനെ എന്താ പറയാ ബുദ്ധിമുട്ടിക്കുകയാണ്, ഇല്ലാണ്ടാക്കാൻ നോക്കുകയാണ് എന്നൊക്കെ അറിഞ്ഞപ്പോ അത് ഫൈറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഇമ്പൾസ് തന്നെയായിരുന്നു. കാരണം അത് ഇറ്റ് ഡിഡ്ന്റ് സ്റ്റാർട്ട് യെസ്റ്റർഡേ ഓർ ഇറ്റ് ഡിഡ്ന്റ് സ്റ്റാർട്ട് ഫ്രം ദ ടൈം ഐ ഗോട്ട് നിള സെലക്ഷൻ. ഇറ്റ് വാസ് നോട്ട്, ഇറ്റ് വാസ് എ ജേർണി വിച്ച് സ്റ്റാർട്ടഡ് എൻ്റെ ഓർമ്മകൾ തുടങ്ങുന്നിടം തൊട്ട് തുടങ്ങുന്ന ഒരു ജേർണിയാണ്. അപ്പൊ അത് എൻ്റെ തന്നെ ഒരു നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ്. കാരണം ഞാൻ ഫിലിം സ്കൂളിൽ പോയിട്ടുണ്ടാവില്ലായിരിക്കാം, ഞാൻ അത്തരത്തില് അസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ ഹൃദയം കൊണ്ട് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമുക്കാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി. പക്ഷേ ദീസ് ആർ ഓൾ എൻ്റെ ജേർണിയുടെ ഭാഗം ഇല്ലെങ്കിൽ എൻ്റെ ഒരു ശ്വാസം തന്നെയാണ് എന്നുള്ളത് എനിക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെ ഇല്ലാതെ ആക്കാൻ നോക്കുമ്പോൾ അതിനെ ഞാൻ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും. അത് എൻ്റെ ഒരു ഇമ്പൾസ് ആണ്. ആ സിനിമയെ ബാധിക്കാതിരിക്കാൻ ഞാൻ ഒരു കുഞ്ഞിനെ അമ്മ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ മാക്സിമം നോക്കിയിട്ടുണ്ട്. ബട്ട് ദർ ഇസ് എ സിസ്റ്റം, വെരി പവർഫുൾ സിസ്റ്റം ഓൺ ദി അതർ സൈഡ്.
അത് പറയുക എന്നുള്ളത് എൻ്റെ ധാർമ്മികമായിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് പറയുകയും ചെയ്തു. ബട്ട് അതിന്റെ കറക്റ്റീവ് ആക്ഷൻ ഇസ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ്. ബട്ട് ഈവൻ അത് രേഖപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വമായിരുന്നു. അത് ഞാൻ ചെയ്യുകയും ചെയ്തു. ബട്ട് ഐ ഡിഡ്ന്റ് വാണ്ട് ടു എൻഡ് ഇറ്റ് ദാറ്റ് വേ, ബിക്കോസ് അത് എനിക്കത് മരണത്തിന് തുല്യമാണ്. കാരണം അതില്ലാതെ എനിക്ക് ഒരു കഥ പറച്ചിലില്ലാതെ, ഇല്ലെങ്കിൽ അത്തരത്തിലൊരു എഴുത്തോ ഒരു സ്വപ്നമോ ഇല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. സോ ദാറ്റ് വാസ് ദ ഫയർ ഇൻസൈഡ് മീ എന്ന് തന്നെ പറയാം. അതെനിക്ക് വിട്ടുകൊടുക്കാനോ തോറ്റുകൊടുക്കാനോ എനിക്ക് പറ്റില്ലായിരുന്നു. അത്രയേറെ മുറിവേറ്റിട്ടും ആ മുറിവുകൾ വെച്ചിട്ട് എനിക്ക് എങ്ങനെ ഒരു കഥ പറയാമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഇനിയും എനിക്കത് നിർത്താൻ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവൻ ഉള്ളിടത്തോളം കാലം എനിക്ക് ഇനിയും ഒന്നില്ലെങ്കിൽ ഒരു കഥ, ഒരു ഡിസ്കഷനിലെങ്കിലും ഞാൻ ഇൻവോൾവ് ആയിരിക്കും. ബിക്കോസ് പുതിയ കഥകൾ പറയാൻ എനിക്ക് ഇഷ്ടമാണ്. എനിക്കത് അതിൻ്റെ ഒരു പോസിബിലിറ്റീസ്, എസ്പെഷ്യലി വിഷ്വൽ മീഡിയത്തിൽ ഉള്ള ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് ഞാൻ thoroughly എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ദർ ഹാസ് ഓൾവേസ് ബീൻ ട്രൂത്ത് ഇൻ ദ ജേർണി. കാരണം ഞാൻ എൻ്റെ ഇത്രയും വർഷത്തിൽ റൈറ്റ് ഫ്രം സ്കൂൾ, കോളേജ്, എൻ്റെ പ്രൊഫഷണൽ ലൈഫ് ആൻഡ് ടിൽ നൗ, ഞാൻ ആ ട്രൂത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഐ ഹാവ് നോട്ട് ബീൻ ഫേക്ക്. ഞാൻ ഫേക്ക് ചെയ്ത ഒരാൾക്ക് എൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടി ഐ ഹാവ് നെവർ ഡൺ ദാറ്റ്, നോട്ട് ഈവൻ വെൻ ഐ വാസ് ഇൻ സ്കൂൾ ഓർ കോളേജ്. സോ ആ ട്രൂത്ത് എൻ്റെ കൂടെ ഉണ്ട്. ആ ട്രൂത്ത് തന്നെയാണ് എൻ്റെ ശക്തിയും എന്ന് പറയുന്നത്. കാരണം ഇത് ആരുടെ ഔദാര്യം അല്ല, ഇത് ഇറ്റ്സ് ഹാർഡ് ഏൺഡ് എന്നുള്ളതും. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് നൗ എസ്പെഷ്യലി ഫോർ വിമൻ അങ്ങനെ ഒരു ധാരണയുണ്ട്, ഇന്ന ആൾക്കാരെയൊക്കെ പ്ലീസ് ചെയ്ത്. നോ, ദിസ് ജേർണി ഈസ് നമ്മുടെ ജേർണിയാണ്. ഈ ജേർണി ആരുടെയും ഔദാര്യം അല്ല, ആരുടെയും ഫേവർ ആവേണ്ട ആവശ്യമില്ല. If you have truth in your heart and if you have clarity about what you're doing, the rest should fall in place. And our faith is what is leading me forward. വെരി ഗുഡ്, വെരി ഇൻസ്പയറിംഗ് ദാറ്റ് വേ. കാരണം അത് ഒരുപാട് പേർക്ക് ഇതൊരു വെളിച്ചമാവട്ടെ, ഒരു ഇൻസൈറ്റ് ആവട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം ചോദ്യം, ഇപ്പൊ രണ്ട് ഫിലിം, ഓഫ് കോഴ്സ് യു റോട്ട് സ്ക്രിപ്റ്റ് ഫോർ ദ ഫിലിം ഓൾസോ. ഇനി ഒരു സിനിമ ചെയ്യുമ്പോൾ ഇന്നതായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സെറ്റ് ബാക്സ് ഒക്കെ, ലൈക്ക് നോട്ട് ഫ്രം വിത്തിൻ യു, ഫ്രം ദർ ആർ ഔട്ട്സൈഡ് ഫാക്ടേഴ്സ് വിച്ച് വുഡ്, ഇനി ഒന്ന് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, അല്ലെങ്കിൽ സോ വാട്ട് വുഡ് യു എക്സ്പെക്ട്? ഇനി എനിക്ക് ഇപ്പോ ഇപ്പൊ ചെയ്ത 3 മൂവീസിലാണ് ഉള്ളത്. 2 ഡയറക്റ്റ് ചെയ്തു, 1 ഞാൻ എഴുതിയ മൂവി ദായം. ഇത് 3നും ഒരു ഫെസ്റ്റിവൽ ഫ്ലേവർ ആണ്. എനിക്ക് ആക്ച്വലി ആൾക്കാർ കാണുന്ന ഒരു സിനിമ ചെയ്യണമെന്നുണ്ട്. ലൈക്ക് നമ്മൾ ഇപ്പോ ഞാൻ എപ്പോഴും നോക്കി കണ്ടിട്ടുള്ള ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തില് NT ഡെഫിനറ്റ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആസ് എ ഡയറക്ടർ ആൻഡ് ആസ് എ റൈറ്റർ. പത്മരാജൻ സാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഞാൻ. പിന്നെ അല്ലാണ്ട് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ സിബി മലയിലുണ്ട്, കമൽ സാർ ഉണ്ട്, ഈവൻ രഞ്ജിത്ത് സാർ ഉണ്ട്. അങ്ങനെ മലയാളത്തിൽ ഒരുപാട്, ഇപ്പം രഞ്ജിത്ത് സാറിന്റെ കാര്യം പറയുമ്പോൾ കയ്യൊപ്പ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ആൻഡ് അതേപോലെ അദ്ദേഹം കമേഴ്ഷ്യൽ മൂവീസും ചെയ്തിട്ടുണ്ട്. ആൻഡ് സിബി മലയിലിന്റെ ആണെങ്കിലും അദ്ദേഹം കമേഴ്ഷ്യൽ ചെയ്തിട്ടുണ്ട്, എന്നാൽ എസ്തെറ്റിക്കലി ഗുഡ് ആയിട്ടുള്ള കമേഴ്ഷ്യൽ മൂവീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കമേഴ്ഷ്യലി ആൾക്കാർ കാണണം എന്നുള്ളത് ഡെഫിനറ്റ്ലി ആഗ്രഹമുണ്ട്. അതിന് നമ്മൾ ഐ തിങ്ക് ബഡ്ജറ്റ് ഡെഫിനറ്റ്ലി പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ അബൌട്ട് ഹൗ മച്ച് ആ സ്കെയിൽ ഓഫ് ദ പ്രൊഡക്ഷനും കാര്യങ്ങൾക്കും. പക്ഷെ ഇവരെയാണ് നമ്മൾ കണ്ടു വളർന്നിട്ടുള്ളത്. ഫാസിൽ സാറിന്റെ ആണെങ്കിലും ഇപ്പൊ ഞാൻ എല്ലാവരുടെയും പേര് എനിക്ക് ഓർക്കണില്ലായിരിക്കും, പക്ഷെ നമ്മൾ കണ്ടു വളർന്ന 80s നമുക്ക് ജെംസ് തന്നിട്ടുള്ള ആൾക്കാർ, KG ജോർജ് സാർ ആണെങ്കിലും ഒക്കെ, അവരൊക്കെ നമ്മളെ അതിശയിപ്പിച്ചിട്ടുള്ളത് അവരുടെ കഥ പറച്ചിലുകളാണ്. ഇപ്പോ there was no element of commercial in it, if we should say. They were like truthful to the storytelling and to the emotion which they conveyed. അപ്പം അത്തരത്തിൽ ശരിക്കും പറഞ്ഞാൽ ടൈം ടെസ്റ്റ് ചെയ്യുന്ന സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹം, കാലത്തിനതീതമായ സിനിമകൾ എന്ന് പറയുന്നത് ഇവരൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള സിനിമകളൊക്കെ അല്ലേ. അപ്പം അതുപോലെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഒരു പെർട്ടിക്കുലർ ജോണറിൽ ഞാൻ ചിന്തിക്കത്തില്ല. നമ്മൾ കഥ പറയുമ്പോൾ നമ്മളൊരു 3 ഡയമെൻഷണൽ സ്പേസിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പോ അത്തരത്തിൽ ആളുകൾ കാണുന്ന സിനിമകൾ ചെയ്യണമെന്നുണ്ട്.
ഇതിന് വേണ്ടിയിട്ട് കമേഴ്ഷ്യൽ ആക്കാനായിട്ട് എലിമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പ് ഇല്ല. But I think it is very important, like we have to be truthful to the storytelling, and all these people, ഇവരെല്ലാം ചെയ്തിട്ടുള്ളതും അത് തന്നെയാണ്. ആ തരത്തില് കഥ പറച്ചിലിനോട് നീതി പുലർത്തുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ആൾക്കാർ കാണുന്ന സിനിമകൾ ചെയ്യണമെന്നുണ്ട്. വെരി ഗുഡ്. അങ്ങനെ സംഭവിക്കട്ടെ. തീർച്ചയായിട്ടും യു ഹാവ് ഓൾറെഡി പ്രോവൺ നില അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ആൻഡ് ദായം ഓൾസോ സ്ക്രിപ്റ്റ് വൈസ് അപ്പോ ഇത് കാണാനിരിക്കുന്നേ ഉള്ളൂ. അപ്പുറം ആൻഡ് ഐ എം കീൻലി വെയിറ്റിംഗ് ഫോർ ആസ് മെനി അതേഴ്സ്. സോ ഇപ്പൊ ഇനി ഫിലിമിനിപ്പോ കുറച്ച് ഫെസ്റ്റിവൽസിലേക്ക് പോയിട്ടായിരിക്കും സാധാരണ ഓഡിയൻസിന് കാണാനുള്ള. എല്ലാവരും സാധാരണ ആണ്, ബട്ട് ഫെസ്റ്റിവൽ ഓഡിയൻസ് എന്ന നിലയ്ക്ക് അങ്ങനെ പറയാമായിരുന്നു. സോ ഇറ്റ് മൈ ടേക്ക് ടൈം അല്ലേ, മറ്റുള്ള ഫെസ്റ്റിവൽസിലൊക്കെ പോയിട്ടായിരിക്കും. ഫെസ്റ്റിവൽ റൺ കഴിഞ്ഞിട്ടായിരിക്കും പബ്ലിക് സ്പേസിൽ ഉള്ളത്. ഇപ്പൊ ആലോചിച്ചിട്ടില്ല. ഇപ്പം കംപ്ലീറ്റ്ലി ഫെസ്റ്റിവൽ ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പൊ പോകുന്നത്. വിൽ ഹാവ് ടു സീ ഹൗ അതെങ്ങനെ റൺ ചെയ്യുന്നെന്നുള്ളത് നോക്കണം. വിൽ ബി ഹാവിങ് പോസ്റ്റേഴ്സ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ടാവും. ലൈക്ക് നൗ വെരി സൂൺ, ലൈക്ക് മേ ബി ബൈ ടുമോറോ ഓർ ഡേ ആഫ്റ്റർ വിൽ ബി ഹാവിങ് ദ പോസ്റ്റേഴ്സ് റിലീസ്ഡ്. ഇപ്പൊ അങ്ങനെ ഉണ്ടല്ലോ, ലൈക് സെലിബ്രിറ്റീസ് എൻഡോസ് ചെയ്തിട്ട് ഫിലിം മൈറ്റ് ഗോ ടു ടു ദ നെക്സ്റ്റ് ലെവൽ, ലൈക്ക് സാറ്റലൈറ്റിലേക്കും അങ്ങനെയൊക്കെയുള്ളൊരു OTT നമ്മൾ ആലോചിക്കുന്നുണ്ട്. OTT ഉണ്ടാവേണ്ടതാണ്, കാരണം അതിന്റെ സാധ്യതയുണ്ട്. അത് നമ്മൾ ഡെഫിനറ്റ്ലി വിൽ ബി എക്സ്പ്ലോറിംഗ് ദാറ്റ്. ബട്ട് ആഫ്റ്റർ ദ ഫെസ്റ്റിവൽ റൺ വിൽ ഹാവ് ടു സീ ലൈക്ക് ഹൗ തിങ്സ് ആർ മെറ്റീരിയലൈസിങ്. നല്ല ഫിലിംസിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആ രീതിയിൽ audience have also they are exploring new what's new in the storytelling, so I think there is scope for that. Fingers crossed. Yeah. So wish you all the best. Thank you so much.